ഹായ്, നമ്മളേ ഇത് കാശ്മീരിലുള്ളൊരു കാഴ്ചയാണ്. കാശ്മീരിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അഗ്രികൾച്ചർ, അങ്ങനെ ഒരു കൾട്ടിവേഷൻ നമ്മൾ കണ്ടിട്ടില്ല. ഇത് ആപ്പിളിൻ്റെ ഒരു തോട്ടമാണ്. ആപ്പിൾ തോട്ടത്തിൽ ഇത്ര പ്യുവറാക്കിയിട്ട് ഇത്രയും സെക്യൂർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആപ്പിൾ തോട്ടം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഹൈബ്രിഡ് ആപ്പിളിൻ്റെ തോട്ടമാണിത്. ഇതിലേക്ക് കൂടുതലായിട്ട് സൺലൈറ്റോ അതുപോലെ മഞ്ഞ്, തണുപ്പ് ഇതൊന്നും കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തതാണ് കംപ്ലീറ്റ്. ഇതൊരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അതിനുശേഷം നമ്മൾ താഴേക്ക് പോകും. ഇതൊരു ഏറ്റവും ക്വാളിറ്റിയുള്ള ആപ്പിളുകൾ ഈ കാശ്മീരിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഓപ്പൺ എയറിൽ കംപ്ലീറ്റ് അതിൻ്റെ അപ്പുറത്തൊക്കെ കാണുന്നത്, ദൂരമൊക്കെ കാണുന്നതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ആപ്പിളാണ്. അതിങ്ങനെ ബ്ലൂം ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം എന്ന് പറയുന്നത് അധികം എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കാശ്മീരിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ ആപ്പിൾ തോട്ടങ്ങളും വാൾനട്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ഫാമിങ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് വെറൈറ്റി ഹൈബ്രിഡ് ആപ്പിൾ ഫാം ഹേ. അടിപൊളിയായിട്ടുള്ളൊരു ആപ്പിൾ തോട്ടം ഉണ്ട്. നടന്നിട്ട് കിടക്കുന്നിട്ടാ. നമ്മളിപ്പോൾ കാശ്മീരിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആപ്പിൾ കൃഷി കാണുന്നത്. സാധാരണ കണ്ടതെല്ലാം റോഡ് സൈഡിൽ ഒരുപാട് ഏക്കർ കണക്കിന് ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ കാണുന്നത് എനിക്ക് തോന്നുന്നത് അധികം ഇങ്ങനെ ഒരു ഇതിന് കിലോ 500 ഒക്കെ പറയുന്നത് ഇവിടുത്തെ മാർക്കറ്റിൽ തന്നെ ഒരു 500 റുപ്യുള്ള ഒരു ആപ്പിളാണെങ്കിൽ അത് അത്രയും ഹൈബ്രിഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ അത്രയും നീറ്റായിട്ട് അത്രയും പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഇവർ ഈ കൃഷി ചെയ്യുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് ഈ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും പക്ഷേ ഇതിൻ്റെ ഇൻകം റവന്യൂ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞത് ഒരു സീസണിൽ മാത്രം ഇവർ ഏകദേശം ഒരു 40 ലക്ഷം വരെ കിട്ടുമെന്ന് പറയും. ഒറ്റ സീസണിൽ 40 ലക്ഷം. ഓക്കെ, മൊത്തം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഞങ്ങളോ. ഈ 40 ലക്ഷം എന്ന് പറയുന്നത് ഒരു സീസണിൽ മാത്രം കേട്ടോ. അപ്പോൾ അത്രയും അവർ കെയർ ചെയ്തിട്ട് അതിന് പൈസ മുടക്കിയിട്ടാണ് ഈ ഒരു കൃഷി ചെയ്യുന്നത്. ഇതൊരു ഹൈബ്രിഡ് സാധനം എന്ന് പറയുന്നത് പാരീസിൽ അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കിട്ടുന്ന അത്രയും ഗുണമുള്ള സാധനങ്ങൾ. ഇത് ബഡ് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. താഴത്തെ സ്റ്റെമ്മ് വേറെ, അതിൻ്റെ മുകളിൽ അവർ ബഡ് ചെയ്യുന്നത് വേറെ ഒരു സ്റ്റെമ്മ്. അങ്ങനെയാണ് ഈ സാധനം മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല, കാരണം ഒരുപാട് യാത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആപ്പിൾ തോട്ടങ്ങളായിട്ട് എന്തായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു സംഭവം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ബിഹേവിയർ അത് വേറെ തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കുന്ന പോലെ ഇവർ നോക്കുന്നത് കേട്ടോ. കാരണം ഇവർക്ക് എക്സ്പെൻസ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ മെനക്കെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം അത്രയും എന്താ പറയട്ടെ ക്യൂട്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണണം. ചിലപ്പോൾ ഞങ്ങളെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല, പക്ഷേ ലൈവായിട്ട് കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ. അത്രയും സൂപ്പറാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾ വന്നിട്ട് തന്നെ കാണണം. ഓക്കെ, അതുപോലെ ഒന്നുള്ളത് ഇവർ ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ സ്റ്റെമ്മ്. നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഡ്രിപ്പ് ഇറിഗേഷൻ കംപ്ലീറ്റ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും റൂട്ടിന് കൃത്യമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് വണ്ടർഫുൾ. നന്നായിട്ട് പൈസ മുടക്കുന്നുണ്ട്, നന്നായിട്ട് പൈസ ഇൻകം കിട്ടുന്നുമുണ്ട്. ഓക്കെ.